ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ എം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ആൻഡ് ബിഹേവിയറിസത്തെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പക്ഷെ വലിയ എസ് എ ഫോമിലൊന്നും ചോദിക്കാൻ നമ്മളോട് സാധ്യമില്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫോംസിലൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഒരു സ്ട്രക്ചറലിസം, ബിഹേവിയറിസം എന്നൊക്കെ പറയുന്നത്. സോ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് നമ്മളുടെ സൈക്കോളജിയിലെ ഫസ്റ്റ് സ്കൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വില്യം വുഡൻഡ്, അതായത് 1832 to 1920 ഇത് ഫൗണ്ട് ചെയ്തത്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടിഷ്നർ ആണ്. 1867 to 1927 ആണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ്. അദ്ദേഹം ആണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിയിലെ തന്നെ വളരെയധികം റിമാർക്കബിൾ ആയിട്ടുള്ള സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റുലേഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്. ഇവിടെ ബേസിക്കലി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദ മെയിൻ എയിം വാസ് ടു അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ മെൻ്റൽ പ്രോസസ് ഇൻ ടു ദിയർ മോസ്റ്റ് ബേസിക് കമ്പോണൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽസിന് പല രീതിയിലുള്ള ചിന്താരീതികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ചിന്താരീതികൾ, ആ മെൻ്റൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സ് ഹ്യൂമൻ ബീയിങ്സിൽ എങ്ങനെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമുണ്ടായത്. അപ്പം അങ്ങനെ ഓരോ കമ്പോണൻസിനെ കുറിച്ചും വെട്ടിക്കേറിയുള്ള ഒരു സ്ട്രക്ചറലൈസ്ഡ് ആയിട്ടുള്ള പഠനം തന്നെയാണ് ഇവിടെ ബേസിക്കലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ എലിമെന്റ് ഓഫ് കോൺഷ്യസ്നസ്, നമ്മുടെ കോൺഷ്യസ്നസ് മെൻറ്റാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എലിമെന്റ്സ് എന്തെല്ലാമാണ് എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ഉത്തരമാണ് സ്ട്രക്ചറലിസം ആക്ച്വലി നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. സ്ട്രക്ചറലിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്ന് ഫോക്കസ് ഓൺ കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ്. സൈക്കോളജി ബേസിക്കലി ഇവിടെ കോൺഷ്യസ്നെസ്, സെൻസേഷൻ, ഫീലിങ്സ്, ഇമേജസ് റാദർ ദാൻ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ സെൻസേഷൻ, സ്കിൽസ്, ഫീലിങ്സ്, ഇമേജസ്, ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ആ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്തു അതുകൊണ്ട് ആ വ്യക്തി അങ്ങനെ റൂഡാണ് എന്നല്ല. ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ച്ഡ് ആണ്. അതായത് ബിലീവ്ഡ് കോംപ്ലക്സ് മെൻ്റൽ എക്സ്പീരിയൻസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു സിമ്പിൾ കമ്പോണൻസ് ലൈക്ക് കെമിസ്ട്രി ബ്രേക്സ് മാറ്റർ ഇൻ ടു എലിമെൻറ്റ്സ്. കെമിസ്ട്രിയിൽ നമ്മൾ മാറ്ററിനെ എലിമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ക്ലബിങ് ചെയ്യുന്ന പോലെ വളരെ കോംപ്ലക്സ് ആയി. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നല്ല. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല മറ്റുള്ളവരുടെ മൈൻഡിൽ എന്താണ് എന്നതിനെക്കുറിച്ച് അല്ലേ. അപ്പം ആ വ്യക്തിയുടെ മൈൻഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ട്രക്ചറലൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായി ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഓരോ പാത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് എന്തായി ഉദ്ദേശിക്കുന്നത്, സ്ട്രക്ചറലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം. അതായത് primary method used was systematic introspection, where trained subjects can be observed and reported their conscious experiences. ഇവിടെ നമ്മൾ എന്ത് ചെയ്യല്ല, ജസ്റ്റ് ബിഹേവിയർ പുറത്തു നിന്ന് കണ്ട് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു വ്യക്തി മാർക്ക് കുറഞ്ഞപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, വളരെ ഓക്വേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പം നമ്മൾ പറയാം, ഈ ആരെങ്കിലും ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്വേർഡായിട്ട് ബിഹേവ് ചെയ്യോ? അങ്ങനെയല്ല, മറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കണം, ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓക്വേർഡായത്. ഞാൻ ആ വ്യക്തിയുടെ സിറ്റുവേഷനിലാണ്, അങ്ങനെ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. ദാറ്റ് മസ്റ്റ് ബി നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അങ്ങനെ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്തു, അങ്ങനെ ബിഹേവ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണ്. സോ ബേസിക്കലി എന്താണ് അവിടെ ഒരു ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് വരുന്നു. മൈൻഡ് ആസ് എ സ്ട്രക്ചർ, ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും ക്രിയേറ്റീവ് ആണ് അല്ലേ. നമുക്കറിയില്ല നമ്മൾ നെക്സ്റ്റ് മൂമെന്റിൽ എന്താ ചിന്തിക്കാൻ പോണേന്ന്. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്
മൈൻഡ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ മനുഷ്യന്റെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് അല്ലേ. അപ്പം ഇമേജസ്, ഫീലിങ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മൈൻഡിൽ നമ്മളിപ്പോൾ ഒരു കാര്യം കാണുകയാണ്, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പിക്ചറോ എന്തെങ്കിലും ഒന്ന് കാണുകയാണ്, അപ്പം പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് എന്തായിരിക്കും? അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് കയറി വരാനുള്ള സാഹചര്യം ഉണ്ട് അല്ലേ. അപ്പം അത് എന്താ, നമുക്ക് ചിത്രങ്ങൾ ഓർമ്മ വന്നേക്കാം, ചിലപ്പോൾ നമുക്ക് പാട്ടുകൾ ഓർമ്മ വന്നേക്കാം. ഇതെല്ലാം ഓൾറെഡി നമ്മളുടെ മൈൻഡിൽ സ്റ്റോർഡപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഹ്യൂമൻ മൈൻഡ് സ്ട്രക്ചറൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായുള്ളൊരു കമ്പ്യൂട്ടേഷൻ തന്നെയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ വില്യം വുഡന്റ് ആണ്. അദ്ദേഹത്തിന് ബേസിക്കലി ഫാദർ ഓഫ് എക്സ്പീരിമെൻ്റൽ സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ജർമ്മനിയിൽ ഫോർമുലേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കീഴിലാണ്. അദ്ദേഹം കൂടുതലും ഇൻട്രോസ്പെക്ഷനും എക്സ്പീരിമെൻ്റൽ മെത്തേഡ്സിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിറ്റുവേഷനിലൂടെ ഓരോ വ്യക്തികളും പാസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത്, അവരുടെ ഫീലിംഗ് എന്താ, അവരുടെ ക്ലസ്റ്റർ എന്താ, അങ്ങനെ മുതലായി ഓരോ ഫ്രെയിം വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ പ്രൊസീഡ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. സോ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. മാത്രമല്ല ഇവിടെ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് വാട്ട് ഈസ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ഇൻ കോൺഷ്യസ്നെസ്, നമ്മൾ ബോധമുള്ള മനുഷ്യരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോധമുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇപ്പം നമ്മൾ നടന്നു പോവുകയാണ്, പെട്ടെന്ന് ഒരു വണ്ടി ഇടിക്കാൻ വന്ന് നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് ചെയ്യുക, നമ്മൾ കുതറി മാറും അല്ലേ. അപ്പം നമുക്ക് അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. സോ ഹൗ വി റെസ്പോണ്ട് എന്നുള്ളത് അത് പിന്നീട് നമ്മളൊരു വണ്ടി കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് തോന്നിയേക്കാം, ചിലപ്പോൾ നമുക്ക് ആ വണ്ടി കാണുമ്പോൾ പെട്ടെന്നൊരു ഭയം തോന്നിയേക്കാം. കാരണം എന്താ, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ആ ഭയമുണ്ട്. ചിലവര് ഉറക്കത്തിൽ ഞെട്ടും, ഈ ഒരു കാര്യം മോർണിംഗിൽ സംഭവിച്ചതാണ്, തലേന്ന് സംഭവിച്ചതാണ് എങ്കിലും ചിലപ്പോൾ ആഴ്ചകളോളം അത് നമ്മളുടെ മൈൻഡിൽ നിൽക്കും. സോ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് സച്ച് എ കോംപ്ലക്സ് ഫ്രെയിം വർക്ക് അല്ലേ, നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റാത്തതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. വുഡന്റിന്റെ സ്റ്റുഡൻ്റ് ആണ് ബേസിക്കലി. ആൻഡ് സ്ട്രക്ചറലിസത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻ US-ലൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ടിച്ചർ എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് ടിച്ച്നർ ബേസിക്കലി സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ടേം ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കോൺഷ്യസ്നെസ്സിനെ 3 കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന് സെൻസേഷൻ, നമ്മൾ അനുഭവിച്ചു പെർസെപ്ഷണൽ സ്കില്ലിൽ നിന്നും നമുക്ക് നേടാനായി പറ്റുന്നത്. ഇമേജസ്, ഞാൻ പറഞ്ഞു അല്ലേ, നമ്മളൊരു പൂ കാണുന്ന സമയത്ത് ഒരു യെല്ലോ പൂ, ഞാൻ നടന്നു പോവാണ്, കൊള്ളാം, ഒരു യെല്ലോ പൂ കണ്ടു. അപ്പോൾ യെല്ലോ പൂ കാണുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരണം എൻ്റെ യെല്ലോ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓണത്തിനിട്ട ആ ഒരു പൂക്കളത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. ഇനി യെല്ലോ, ഞാൻ തമിഴ്നാട്ടിലോ വേറെ എവിടെയെങ്കിലും പോയപ്പോൾ വിരിഞ്ഞു നിന്ന പൂക്കളെക്കുറിച്ച്, സൂര്യകാന്തി പൂക്കളെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എവിടെ വരെ പോയി, നമ്മൾ തമിഴ്നാട് വരെ പോയില്ലേ. ഇവിടുന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ തമിഴ്നാട് വരെ പോയി നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ നമുക്ക് ഫീലിങ്സ്, പലതരത്തിലുള്ള ഫീലിങ്സ്. ചിലവർ നമ്മളോട് ചീത്ത പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കരഞ്ഞു പോകും, കാരണം അവർ നമ്മളുടെ ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. ചിലവർ നമ്മളെ ചീത്ത പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടും അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ്. അപ്പം എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ അല്ലേ. ഒന്നെന്താണ് സെൻസേഷൻ എങ്ങനെയാ, പെർസെപ്ഷനിൽ നിന്നാണ് വരുന്നത്. 2 എന്താ, ഇമേജസ്, നമ്മുടെ മെമ്മറിയിൽ നിന്നാണ് വരുന്നത്. 3 എന്താണ്, ഫീലിങ്സ് അല്ലേ, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കോമ്പോണന്റ് ആണ് വരുന്നത്. സ്റ്റിമുലസ് ഇറർ കോൺസെപ്റ്റും ഇദ്ദേഹം തന്നെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചാൽ എക്സ്പീരിയൻസസ് നോട്ട് ഇൻറപ്റ്റ് ദം, സേ എ റെഡ് പാച്ച് നോട്ട് ആൻ ആപ്പിൾ. അതായത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്, ആപ്പിൾ എന്ന് പറയുകയല്ല ചെയ്യുന്നത്, അതിനെ വളരെ കൃത്യതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൈക്കോളജീൻ്റെ ഫീൽഡിൽ സ്ട്രക്ചറലിസത്തിൻ്റെ ഗോളിലേക്ക് പോയാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെൻ്റൽ പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ഞാൻ പറഞ്ഞു മൈൻഡ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ.
just as chemistry classifies elements, psychology should classify elements of consciousness. കെമിസ്ട്രിയിൽ നമ്മൾ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ സൈക്കോളജിയുടെ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ, ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഫിലോസഫിയെ വളരെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടാബുലേറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ഇസ് ടു സ്റ്റഡി ദ ലോസ് ഓഫ് മെന്റൽ കണക്ഷൻസ്. നമുക്കറിയണം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള തോട്ട്സ് എങ്ങനെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിലേക്ക് പൊസസ് ചെയ്ത് പോകുന്നത് എന്നതിനെ കുറിച്ച് തോന്നണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മഞ്ഞപ്പൂവിൻ്റെ കേസ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാനൊരു മഞ്ഞപ്പൂ കണ്ടു. അപ്പം മഞ്ഞപ്പൂ കണ്ടപ്പോൾ കൊള്ളാം, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരണം, ഇതുപോലെ എനിക്കൊരു മഞ്ഞ ഡ്രസ്സ് ഉണ്ട്. എനിക്ക് ഓർമ്മ വന്നു, ആ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഓണത്തിന് പോയിരുന്നു. പിന്നെ എൻ്റെ ചിന്ത മാറുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ ആ മഞ്ഞ ഡ്രസ്സിൽ അന്ന് പായസം വീണു, അത് ചൂടുള്ള പായസമായിരുന്നു, ആ പായസം വീണത് കൊണ്ട് എൻ്റെ ഡ്രസ്സ് എന്തായി, കീറിപ്പോയി, ഇന്ന് എനിക്ക് ആ ഡ്രസ്സ് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എന്താണ് വേറെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു അല്ലേ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ റിസോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് നമുക്ക് അറിഞ്ഞിരിക്കണം, നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത് സൈക്കോളജീൻ്റെ ഏരിയയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മളുടെ മൈൻഡിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളൊരു അപ്രോച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ ഫിലോസഫിയിൽ നിന്നും ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെറുതെ പറയാണ് എനിക്ക് ഇതുപോലെ ആവണം അതുപോലെ ആവണം എന്നല്ല, മറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഹൗ ക്യാൻ ഐ ബിഹേവ് ലൈക്ക് ദിസ്, ഹൗ ക്യാൻ ഐ ഗോ ലൈക്ക് ദിസ് എന്നതിനെ കുറിച്ചുള്ളൊരു റാപ്പിഡ് ആയിട്ടുള്ള ടെൻഡൻസിക്കൽ ചേഞ്ച് ആണ് ഇവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രക്ചറലിസത്തിന് ഒരുപാട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ അല്ലേ. അതായത് സ്ട്രക്ചറലിസത്തിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള മെത്തേഡായി നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത് ഇൻട്രോസ്പെക്ഷനെ കുറിച്ചാണ്. ഒരു സെൽഫ് എക്സാമിനേഷൻ ആണ്. അതായത് നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ സ്കില്ല്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സെൽഫ് എക്സാമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി സെൻസേഷൻസ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സേ ഫോർ എക്സാമ്പിൾ കളർ, ബ്രൈറ്റ്നസ്, ടേസ്റ്റ്, സൗണ്ട്, ഇതൊക്കെ നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. നെക്സ്റ്റ് ഇമേജസ്, മെമ്മറീസ്, ഞാൻ മഞ്ഞപ്പൂവിൻ്റെ കേസ് പറഞ്ഞ പോലെ. അടുത്തത് ഫീലിങ്സ്, ഞാൻ സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു, ഞാൻ വളരെയധികം ടെൻസ്ഡ് ആണ്, ഞാൻ റിലാക്സ്ഡ് ആണ്, ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്, ഞാൻ കാമായിരിക്കുവാണ്. സോ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഓരോ ഇൻഡിവിജ്വലിനെയും, എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊരു ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് സൈക്കോളജിയിൽ സ്ട്രക്ചറലിസം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിമുലസ് ഇററാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യല്ല, സേ എ സ്വീറ്റ് കോൾഡ് ടേസ്റ്റ്, നോട്ട് ഐസ്ക്രീം. നമ്മൾ ഐസ്ക്രീം കഴിക്കുക എന്നിട്ട് പറയാം ഐസ്ക്രീം കൊള്ളാം എന്നല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, അങ്ങനെ നമ്മുടെ മൈൻഡിന് എന്തുണ്ട്, കാലിബർ ഉണ്ട്. അപ്പം നമ്മുടെ മൈൻഡിൻ്റെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മൈൻഡ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, ഓരോ അപ്രോച്ചും സ്ട്രക്ചറലൈസ് ചെയ്ത് ടാബുലേറ്റ് ചെയ്യുന്നതിനെയാണ് വി കോൾ സ്ട്രക്ചറലിസം. നെക്സ്റ്റ് ഇസ് എക്സ്പീരിമെൻ്റൽ ലേണിംഗ് അല്ലെങ്കിൽ എക്സ്പീരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ബേസിക്കലി സ്ട്രക്ചറലിസ്റ്റ് റിലീഡ് ഓൺ കൺട്രോൾഡ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്. എക്സാമ്പിൾ, യൂസിങ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് chronoscopes to measure reaction in time. Controlled stimuli were given to subjects and their consciousness responses were recorded. നമ്മൾ ഇവിടെ സ്ട്രക്ചറലിസത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പറയുന്നതിന് മുമ്പ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിലേക്ക് നമ്മൾ പോകണം. ഇവിടെ ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ എക്സ്പെരിമെൻ്റലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് കൂടുതലും നമ്മൾ എന്താണ് അപ്രോച്ച് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ സ്കില്ലുകൾ, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും ഡ്വെൽ ചെയ്യുകയും ആ ഇൻഡിവിജ്വലിന് തങ്ങളുടെ കഴിവുകൾ ഒരു സിറ്റുവേഷൻ അങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ രണ്ട് വ്യക്തികളുണ്ട്, എക്സ് വൈ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിൽ എക്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഹൗ ഇസ് വൈ ബിഹേവിങ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ അല്ലേ. അടുത്തത് അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിച്ചത്, രണ്ടാമത്തെ മെത്തേഡ് പഠിച്ചു. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു, ഇൻട്രോസ്പെക്ഷൻ ആണ് വരുന്നത്. അടുത്ത മെത്തേഡ് എക്സ്പീരിമെൻ്റൽ മെത്തേഡാണ്.
അടുത്ത മെത്തേഡ് അനാലിറ്റിക്കൽ മെത്തേഡ്. എന്താ അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്പീരിയൻസസിനെ ബേസിക് എലിമെൻ്റായി, ഇപ്പം നമ്മൾ കെമിസ്ട്രിയിൽ കോമ്പോണൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കോമ്പോണൻസിനെ ഡിവൈഡ് ചെയ്യില്ലേ, ദ സെയിം മാനർ നമ്മളിവിടെ എന്താ, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്, ആ മഞ്ഞപ്പൂ കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് മഞ്ഞ ഡ്രസ്സ് ഓർമ്മ വന്നത്, അപ്പം അതിനുള്ള കാരണം എന്താ, അത് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇരിക്കുന്നത് കൊണ്ടും ആ ഡ്രസ്സ് പോയല്ലോ എന്നുള്ള വിഷമം ഉള്ളത് കൊണ്ടാണോ? സോ ഐ ഷുഡ് നോ ദ റീസൺ, റിയൽ റീസൺ ബിഹൈൻഡ് ദാറ്റ് അല്ലേ. അതിനായിട്ടാണ് നമ്മൾ ബേസിക്കലി ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട്, അത് അത്രത്തോളം നമ്മൾ ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ച് റിപ്പീറ്റഡ് ട്രയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചിന്തിക്കാൻ കാരണം, വൈ സച്ച് എ പർട്ടിക്കുലർ പ്രോസസ് ഒറിജിനേറ്റഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോസ്റ്റുലേറ്റ് ചെയ്യാണ്. സോ സ്ട്രക്ചറലിസത്തെക്കുറിച്ച് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മൈൻഡാണ് അവിടെ മെയിൻ അല്ലേ. നെക്സ്റ്റ് ഇസ് ഫങ്ഷണലിസം ഇൻ സൈക്കോളജി. ഫങ്ഷണലിസം എന്ന് പറയുന്നത് ശരിക്കും ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഫങ്ഷണലിസം വരുന്നത്. സ്ട്രക്ചറലിസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൈൻഡ് എന്നാണ് സ്ട്രക്ചറലിസം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫങ്ഷണലിസം എന്താ, മനസ്സെന്താ ചെയ്യുന്നതെന്നാ. അതായത് പൂ കണ്ടു, പൂ അങ്ങനെ കണ്ടപ്പോൾ എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്നുള്ളതാണ്, ആ കാരണം എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പഠിക്കുന്നത്. ആ കാരണത്തിലേക്ക് നയിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം, അതിന് വേറെ എന്തെങ്കിലും വലിയ വലിയ ക്രോണിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്ന് ഡെപ്ത്നെസ്സിലേക്ക് പോകുന്നതാണ് ഫങ്ഷണലിസത്തിൽ വരുന്നത്. ഫങ്ഷണലിസം ബേസിക്കായി പറയുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷണലിസം ഡെവലപ്പ് ചെയ്ത് ഓരോ വ്യക്തികളും എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഒറിജിനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വെച്ചാൽ മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡാപ്റ്റീവായിട്ടുള്ള പർപ്പസസിന് വേണ്ടി, അതായത് നമ്മുടെ മൈൻഡ് ഇന്ന രീതിയിൽ എക്സ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത്, അതിനെന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വില്യം ജെയിംസ് ആണ്. 1840 to 1910 ആണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ്. ഫാദർ എന്നൊക്കെ റിഗാർഡ് ചെയ്യാറുണ്ട്. ജോൺ ഡേയി 1859 to 1952 ആണ്. എഡ്യൂക്കേഷനും ലേണിങ്ങിലും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു. ജെയിംസ് റൗലാൻഡ് എങ്കിൾ ഉണ്ട്. 1869 to 1949 ആണ് വരുന്നത്. അതൊരു സ്കൂൾ സ്ട്രക്ചറിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഫങ്ഷണലിസത്തിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോക്കസ് ഒന്ന് ഹോളിസ്റ്റിക് അപ്രോച്ചിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിയുടെ മാനുഷികപരമായിട്ടുള്ള അതുപോലെ മാനസികപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സോ ഹൗ ഇസ് ദ പ്രോസസ് ഗോയിങ് ഓൺ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മുടെ തിങ്കിങ്, മെമ്മറി, ഇമോഷൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ തന്നെ ഷേപ്പ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ആണ്. നമ്മുടെ ലൈഫിൽ റിയൽ ലൈഫ് പ്രോബ്ലംസ് കാണും. ലേണിംഗ് ഡിസോർഡേഴ്സ്, ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇതൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സൊല്യൂഷൻസ് മാർക്ക് ചെയ്യണം. അതിന് എന്തുകൊണ്ടാണ് മനസ്സ് അങ്ങനെ പ്രവർത്തിച്ചത്, അങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താ അറിയണം. അതിനായി നമ്മൾ ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് ഇസ് കോൺഷ്യസ്നെസ് ആസ് എ ഫ്ലോ എന്നാണ് പറയുന്നത്. വില്യം ജെയിംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കോൺഷ്യസ്നെസ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ചുറ്റുപാട് എൻവിറോൺമെൻറ്റ്
മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും ആ എൻവിറോൺമെന്റിനനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ പണ്ടത്തെ നമ്മളെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്. കാരണം എന്താ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട് അതിനെ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിലും എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മളും ഉൾക്കൊള്ളുന്നു, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. അഡാപ്റ്റേഷൻ ആൻഡ് സർവൈവൽ. ഹ്യൂമൻ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് എന്ന് പറയുന്നത് അവരുടെ എൻവിറോൺമെന്റുമായിട്ട് ബ്ലെൻഡഡ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മുടെ മൈൻഡ് അത് സ്ട്രക്ചറൈസ് ചെയ്യണം, വളരെയധികം കൃത്യതയോടുകൂടി പോസ്റ്റുലേറ്റ് ചെയ്യണം. ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻസ് നടത്തിയ വ്യക്തികളുണ്ട്. വില്യം ജെയിംസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി 1890 പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രോസ്പെക്ഷൻ മാത്രമല്ല മെത്തേഡ് ഉള്ളത് എന്ന് പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നു. അവർ പറയുന്നത് കോൺഷ്യസ്നെസ് ഡൈനാമിക് ആയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹാബിറ്റ് ഫോർമേഷൻ, ഫ്രീ വിൽ, ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അല്ലേ? ഇത് കൂടാതെയുള്ള വ്യക്തിയാണ് നമ്മുടെ ജോൺ ഡ്യൂയി. നമ്മൾ മുമ്പ് പഠിച്ചു, അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. ജോൺ ഡ്യൂയി ഇവിടെ എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ചെയ്തുകൊണ്ട് പഠിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഒന്നെങ്കിൽ കേട്ടുകൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് ലേണിംഗ് നടത്താം. പക്ഷേ നമ്മൾ ഈ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ എന്താ, അത് സ്റ്റോർഡപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? അപ്പം ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷൻസിനെയും നമ്മൾ ചെയ്ത് കണ്ടു പഠിക്കുന്ന സമയത്ത് എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഈസി ആയിട്ട് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ജോൺ ഡ്യൂയി പോസ്റ്റുലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് ജെയിംസ് റൗലാൻഡ് ഏംഗൽ ആണ്. അവർ ബേസിക്കലി പറയുന്നത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ മൈൻഡ് എങ്ങനെയാണ് നമ്മുടെ എൻവിറോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാട് ഇതൊക്കെ ആയിട്ട് ഡ്വെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ മനുഷ്യൻ്റെ സർവൈവൽ എങ്ങനെയാണ്, മെക്കാനിസം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. ഫങ്ഷണലിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കുക. അതായത് പെർസെപ്ഷൻ മാത്രമല്ല അല്ലെ ഹ്യൂമൻ ബീയിങ്ങിനുള്ളത്, ഒരുപാട് മെന്റൽ സിറ്റുവേഷൻസ് കൂടുന്നതാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്നത് എന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് അഡാപ്റ്റേഷൻ, മെന്റൽ പ്രോസസ്സ് വരുമ്പോൾ ഇൻഡിവിജ്വൽസിന് തങ്ങളുടെ എൻവിറോൺമെന്റുമായി ഡ്വെല്ല് ചെയ്യാനും ഒന്ന് മീഡിയേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടുന്നത് അല്ലേ? അടുത്ത എന്താ, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് എങ്ങനെയാ ബിഹേവിയറുമായി നെറ്റ്വർക്ക് ചെയ്യുന്നത് മുതലായ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടു ബ്രോഡൻ സൈക്കോളജി, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്, എഡ്യൂക്കേഷൻ, വർക്ക്, മെന്റൽ ഹെൽത്ത് ആൻഡ് ലോ, ഇതെല്ലാം പരസ്പരം നെറ്റ്വർക്ക്ഡ് ആണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പ്ലഗ് ഇൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ഇസ് ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽസിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, അതായത് ഒരു ഇൻഡിവിജ്വലും മറ്റൊരു ഇൻഡിവിജ്വലിനെ പോലെ അല്ല, ദേ ആർ യുണിക്. അപ്പം ആ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ, ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഒരു കുട്ടി കരയുന്നു, ഒരു കുട്ടി കരയുന്നില്ല. അതെന്താ കുട്ടി കരയാത്തതിന് കാരണം? എന്തുകൊണ്ട് ഈ കുട്ടി കരയുന്നു? ഫാമിലി പ്രോബ്ലംസ്, എനി സച്ച് തിങ്സ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം പഠിച്ചിട്ടാണോ ഇനി മാർക്ക് കിട്ടാത്തത്, അതും നമുക്കറിയണം. അപ്പം അങ്ങനെ ദ റിയൽ റീസൺ അറിയാനും നമ്മളെ ഇത് സഹായിക്കുന്നു. ഫങ്ഷണലിസത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഒബ്സർവേഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ ആണ് വരുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പീരിമെൻ്റൽ മെത്തേഡ് ഉണ്ട്. ദെൻ വി ഹാവ് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനിമൽസിനെയൊക്കെ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ ആനിമൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുപോലെയാണോ ഹ്യൂമൻ ബീയിങ്സ് ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയണം അല്ലേ? സോ നമുക്ക് ബേസിക്കലി ആനിമൽസും ഹ്യൂമൻ ബീയിങ്സും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. വി നീഡ് ടു പോസ്റ്റുലേറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ ഇതിന് ഒരുപാട് ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ?
അടുത്തത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. നമുക്ക് എബിലിറ്റീസ് അറിയണം, റിയാക്ഷൻ ടൈം, അതേപോലെ ഹൗ ആർ വി മൂവിങ്, നമ്മൾ എങ്ങനെയാണ്, നമ്മളുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായൊരു ടാബുലേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും തമ്മിലുള്ള വ്യത്യാസം. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് വിൽഹെം വുണ്ടിന്റെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഫങ്ഷണലിസം എന്ന് പറയുന്നത് ആക്ച്വലി വില്യം ജെയിംസ് ആണ് ലീഡിംഗ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ചാൾസ് ഡാർവിന്റെ വർക്കിന്റെ ബേസിസിലാണ് ഫങ്ഷണലിസം പോസ്റ്റുലേറ്റ് ചെയ്തത്. സ്ട്രക്ചറലിസം ഒരു സയന്റിഫിക് സ്റ്റഡിയായി, ഹ്യൂമൻ മൈൻഡിന്റെ സയന്റിഫിക് സ്റ്റഡി ആകുമ്പോൾ ഇവിടെ കോൺഷ്യസ് എക്സ്പീരിയൻസ്, മൈൻഡിന്റെ ഫങ്ഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫങ്ഷണലിസം ഫങ്ഷൻ ചെയ്യുന്നത്. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഓരോ പേഴ്സന്റെയും തോട്ട്സ്, ഫീലിങ്സ്, ബേസിക് സെൻസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഫങ്ഷണലിസം എന്താ, നമ്മുടെ എൻവിറോൺമെന്റുമായി നമുക്ക് എങ്ങനെ ഡ്വെൽ ചെയ്യാൻ പറ്റുന്നു, ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചറലിസം ബേസിക്കലി എക്സ്പീരിമെന്റൽ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ബിഹേവിയറിസം ആണ് അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചറലിസം ഇൻട്രോസ്പെക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫങ്ഷണലിസം എന്താ, അഡാപ്റ്റീവ് ആണ്. അതായത് കൂടുതൽ പ്രാക്ടിക്കബിലിറ്റി വരുന്നത് ഏതിനാ, ഫങ്ഷണലിസത്തിനാണ്. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അടുത്തത് ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം എന്ന് പറയുന്നത് ഒരു ഏർലി 20th സെഞ്ചുറിയിൽ സ്ട്രക്ചറലിസത്തിനൊക്കെ, അതായത് ഫങ്ഷണലിസത്തിനും ഒക്കെ ഒരു റിവോക്കനിങ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് നമ്മൾ ബിഹേവിയറിസം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്ട്രക്ചറലിസം പറയുമ്പോൾ വളരെ സബ്ജക്റ്റീവാണ്, ഫങ്ഷണലിസം പറയുമ്പോൾ കുറേ ബ്രോഡാണ് എന്നൊക്കെയുള്ളൊരു പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ അതിനെയൊക്കെ ഒരു റിയാക്റ്റീവ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റീഫ്രെയിം വർക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ബിഹേവിയറിസം വന്നത്. ഇവിടെ ബേസിക്കലി എന്താ വെച്ചാൽ ഒബ്സർവബിൾ ബിഹേവിയറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കോൺഷ്യസ്നെസ്, മെന്റൽ പ്രോസസ് മുതലായ കാര്യങ്ങളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ ആ വ്യക്തി എന്താ അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം, സിമ്പിൾ അല്ലേ. അപ്പൊ ബിഹേവിയറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലാതെ ആ വ്യക്തിയുടെ മൈൻഡ് എങ്ങനെയാണ്, ആ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതൊന്നുമല്ല. ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നല്ല രീതിയിലാണോ, അതോ വളരെ പാനിക് ആവുന്നുണ്ടോ, പാനിക് ആവുന്നെങ്കിൽ ഹി ഓർ ഷീ ഈസ് നോട്ട് എലിജിബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റുലേറ്റ് ചെയ്യുക. ജോൺ ബി വാട്സൺ 1878-1958 ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ബേസിക്കലി എന്താണ് ഇതിന്റെ ഡെഫിനീഷൻ, സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിനെ കുറിച്ചുള്ള, അതായത് ഓരോ വ്യക്തിയും എക്സ് ഓർ വൈ സിറ്റുവേഷനിൽ ഹൗ ദാറ്റ് പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് ബിഹേവിങ് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിനാണ് അല്ലെ, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്ന ബിഹേവിയറിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസും ഇല്ലാത്തൊരു മെത്തേഡായിട്ടാണ് അതിനവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് അപ്രോച്ച്. സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ബെല്ലടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് യെസ് ആനിമലിനെ ട്രേ ചെയ്യുന്നത്, സലൈവേഷൻ വരുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്താൽ അതിന് എന്തുണ്ടാവും, അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും അല്ലേ. അത് തന്നെയാണ് നമ്മൾ എവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, ബിഹേവിയറിസത്തിൽ ടാബുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ലേണിംഗ് ആസ് കണ്ടീഷനിങ്. ബിഹേവിയർ നമ്മൾ ഇൻട്രാക്ഷനിലൂടെ നമ്മുടെ എൻവിറോൺമെന്റിലൂടെ ലേൺ ചെയ്ത് കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട് അല്ലെ. ഇവാൻ പാവ്ലോവിന്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഡോഗ്സ് സാലിവേറ്റിംഗ് അറ്റ് ബെൽ അല്ലെ, ബെല്ലടിക്കുന്ന സമയത്ത് യെസ് ഫുഡിന് റെഡി ആവണത്. നെക്സ്റ്റ് ഇസ് ഒപ്പറന്റ് കണ്ടീഷൻ. സ്കിന്നർ, BF സ്കിന്നർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബിഹേവിയർ ഷേപ്ഡ് ബൈ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. നമുക്ക് കുട്ടികളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളിൽ അവരെ പഠിക്കാനായി പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, നെഗറ്റീവാ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ തോന്നില്ല. പോസിറ്റീവ് ആണെങ്കിൽ കുട്ടികൾ എന്താണ്, അതായത് ഒരു പുതിയ വേർഡ് പഠിച്ചിട്ട് വരൂ, അപ്പൊ ചില കുട്ടികൾ എന്ത് ചിന്തിക്കും, പുതിയ വേർഡ് പഠിക്കുക പറഞ്ഞാൽ പുതിയ നോളേജ് അല്ലേ, ഇറ്റ്സ് ഗുഡ് എന്ന് ചിന്തിക്കും.
അടുത്തത് ഒബ്ജക്റ്റീവ് ആൻഡ് സയന്റിഫിക്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഇല്ല, കൃത്യമായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് എൻവിറോൺമെന്റൽ ഡിറ്റർമിനിസം. ഹ്യൂമൻ ബിഹേവിയർ നമ്മുടെ എൻവിറോൺമെന്റ്, അതായത് ഇന്നേറ്റ് ഫാക്ടർ, നമ്മളുടെ ഉള്ളിലുള്ള കോമ്പോണന്റ് അല്ല വരുന്നത്, മറിച്ച് നമ്മുടെ എൻവിറോൺമെന്റ് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും എന്ത് ചെയ്യും, വളരെ മാസീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ജോൺ ബി വാട്സൺ ആണ്. ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയും. ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ വി ഹാവ് ഇവാൻ പാവ്ലോവ് ഉണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ. എഡ്വേർഡ് തോൺടിക് അല്ലെ, ലോ ഓഫ് ഇഫക്റ്റ്, അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ലോ ഓഫ് ഇഫക്റ്റ്. അതുപോലെ BF സ്കിന്നർ, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ബിഹേവിയറിസത്തിന്റെ ഗോൾ എന്താണ്? ഒന്ന്, ഒരു നാച്ചുറൽ സയൻസ് ആയി ഒബ്സർവേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ, ഇൻട്രോസ്പെക്ഷൻ അല്ല, മറിച്ച് ഒബ്സർവേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുത്താൽ ഹൗ ദേ ആർ റെസ്പോണ്ടിങ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് മുതലായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒബ്സർവബിൾ ബിഹേവിയർ ആണ് നമ്മളിവിടെ ടാബുലേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അത് നമ്മളിപ്പം ഇവാൻ പാവ്ലോവ് ആണെങ്കിലും സ്കിന്നറിന്റെ പോസ്റ്റുലേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത ബിഹേവിയർ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഏരിയാസിൽ പോലും എഡ്യൂക്കേഷൻ, തെറാപ്പി, ഇൻഡസ്ട്രി, ചൈൽഡ് ഡെവലപ്മെന്റ്, അങ്ങനെ പ്രാക്ടിക്കൽ ഏരിയാസിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിഹേവിയറിസം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായി സാധിക്കും. അപ്പൊ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് ഇതില്? ഒന്ന്, എക്സ്പീരിമെന്റൽ മെത്തേഡ്സ് ഉണ്ട്. നമുക്കറിയാം സ്കിന്നറിന്റെ ബോക്സ്, മേസ് ലേണിംഗ്, കണ്ടീഷൻ റിഫ്ലെക്സസ്, ഇതൊക്കെ അറിയാം. നമ്മൾ ബേസിക്കലി ബിഹേവിയറിസം ഒരു കൺട്രോൾഡ് ഫ്രെയിം വർക്കിലാണ് ചെയ്യാറുള്ളത് അല്ലേ. അടുത്തത് ഒബ്സർവേഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കണ്ടീഷനിങ് എക്സ്പീരിമെന്റ്സ്. ക്ലാസിക്കൽ കണ്ടീഷൻ ഉണ്ട് പാവ്ലോവിന്റെ, ഓപ്പറന്റ് സ്കിന്നറിന്റെ റീഇൻഫോഴ്സ്മെന്റ് ക്രൈറ്റീരിയ, പണിഷ്മെന്റ്, അതുപോലെ ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ്. നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ടെസ്റ്റുകൾ, പെർഫോമൻസ് ടാസ്കുകളൊക്കെ അനലൈസ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. നെക്സ്റ്റ് ഇസ് അപ്ലൈഡ് മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അവിടെ നമ്മൾ ബേസിക്കലി റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, അതുപോലെ ഷേപ്പിംഗ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം. പണ്ട് മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം കരയുമായിരുന്നു, ഇന്ന് ഞാൻ അത്രയും കരയില്ല എന്നാണെങ്കിൽ നമ്മളിൽ എന്ത് വന്നിട്ടുണ്ട്, ബിഹേവിയറൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഹൗ ഇസ് ഇറ്റ് ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് എന്നുള്ളതും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി.